സ്പീഡി വരയ്ക്കുമ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ പെർഫെക്ഷൻ കമ്മിയാക്കും അല്ലേ? സോ നമ്മൾക്ക് നോക്കാം ടൈമിൻ്റെ ഒരു വ്യത്യാസം കാരണം പെർഫെക്ഷനിൽ വരുന്ന ചേഞ്ച് എന്താണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗായ്സ് നിറയെ അവിടെ സെർച്ച് ചെയ്ത് എല്ലാവിടെയും സെർച്ച് ചെയ്ത് എല്ലാ ഇൻ്റർനെറ്റിലും എല്ലാവിടെയും സെർച്ച് ചെയ്ത് ഞാൻ ഒരാളെ കണ്ടെത്തി. എല്ലാവർക്കും അറിയാം, ജോക്കർ. അയ്യോ ജോക്കർ. സോ ഇതാണ് ഇന്നത്തെ ഡേ. ഞാൻ ഒരേ ഒരു ക്യാരക്ടറിനെ 3 ടൈം സ്പാനിൽ വരയ്ക്കാൻ പോകുന്നു. അതായത് 10 മിനിറ്റ്സിലും 1 മിനിറ്റിലും 10 സെക്കൻഡ്സിലും. മറ്റുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഇത് കുറച്ചുകൂടി നല്ല റിയാലിറ്റി ആയിട്ട് വരയ്ക്കാൻ പറ്റും, കാരണം കുറച്ചുകൂടി എക്സ്ട്രാ ടൈം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഷാഡോവും ഹൈലൈറ്റ് അതൊക്കെ കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത 2 സെഗ്മെൻറ്റ്സിൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന് തന്നെ അറിയില്ല. സോ ഗൈസ് ഇനി അടുത്ത 1 മിനിറ്റിലാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. സോ ഗൈസ് അപ്പോൾ നമ്മളുടെ 1 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ്സിൻ്റെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോൾ 1 മിനിറ്റിലധികം ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല, കൊടുക്കാൻ പറ്റിയില്ല, ടൈമിൻ്റെ ഇടയില്ല. ഇനി അടുത്തത് 10 സെക്കൻഡ്സ് ആണ്. എന്താവെന്ന് അറിയില്ല, ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് നോക്കാം. സോ കമോൺ. സോ ഗൈസ് കൗണ്ട് 3, 2, 1 ഗോ. ഇതെന്തായാലും കുളമെന്ന് ഉറപ്പാണ്, എന്നാലും വരച്ച് നോക്കാം. സോ ഗൈസ് ഈ ഡ്രോയിങ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഡ്രോ ചെയ്ത് വെച്ചാൽ കൂടുതൽ പെർഫെക്റ്റ് ആവും. മോർ ടൈം ഈക്വൽസ് മോർ പെർഫെക്ഷൻ. ഈ വീഡിയോൻ്റെ ഇൻറ്റൻഷൻ കൂടി അത് തന്നെയായിരുന്നു. ഹോപ്പ് യു ലവ് ദിസ് വീഡിയോ ആൻഡ് ഇനിയും നിറയെ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ബൈ.